വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 9 ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു തിയറമാണ് നോക്കാൻ പോകുന്നത്. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. തിയറം ഇതാണ്: ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളിന്റെയും കൂടെ സം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ടോട്ടൽ ആംഗിൾ മെഷർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിന് 3 ആംഗിൾസ് ആണുള്ളത്: ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3. ഈ 3 ആംഗിളിന്റെയും കൂടെ സം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 180 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി 3-4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഏതൊരു തിയറവും പ്രൂവ് ചെയ്യാൻ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗിവൺ. എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC. ഒരു ട്രയാങ്കിൾ ABC മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ഗിവൺ ആയിട്ടിരുന്നത്, ട്രയാങ്കിൾ ABC. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു പ്രൂവ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ ഉള്ളത്, എന്താണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്തെടുക്കാൻ ഉള്ളത്. നമുക്കറിയാം, ആംഗിൾ എയുടെയും ആംഗിൾ ബിയുടെയും ആംഗിൾ സിയുടെയും മെഷറിന്റെ സം എന്താണ്? 180 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഈ ഫിഗറിൽ മാറ്റം വരുത്താൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് എഴുതുന്നത്. എന്നാൽ നമുക്ക് ഈ തിയറത്തിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ ഇതാണ്: BCക്ക് പാരലൽ ആയിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു ലൈൻ വരയ്ക്കുക. BCക്ക് പാരലൽ ആയിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന് PQ എന്ന പേര് കൊടുക്കുക. എന്താണ് കൺസ്ട്രക്ഷൻ? നമുക്കതൊന്ന് എഴുതാം. കൺസ്ട്രക്ഷൻ ഇതാണ് പറയുന്നത്. ഡ്രോ എ ലൈൻ BC പാരലൽ ടു, അല്ലേ? അല്ലെങ്കിൽ PQ പാരലൽ ടു BC. അതായത് ഒരു ലൈൻ PQ വരയ്ക്കാം. എന്തിന് പാരലായിട്ട്? BCക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതിലൂടെ പാസ് ചെയ്യുന്ന ത്രൂ ദ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന BCക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഇനി നമുക്ക് 3 സ്റ്റെപ്പ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫിലേക്കാണ് പോകുന്നത്. എന്താണ് പ്രൂഫ് എന്ന് നോക്കാം. ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ PQ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് 2 ആംഗിൾസിനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ പെട്ടെന്ന് നമുക്ക് ആംഗിൾ 3 ലെറ്റേഴ്സ് ഉപയോഗിച്ച് പറയേണ്ട, അതുകൊണ്ട് ഞാൻ എളുപ്പം നമുക്ക് ആംഗിളിനെ പറയാൻ വേണ്ടി അവിടെ 4 എന്നും 5 എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ഈ 3 ആംഗിളിന്റെ സമ്മിനെ 180 എന്ന് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുന്ന തിയറമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഏതെങ്കിലും ഒക്കെ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, നമുക്കറിയാം PQ എന്ന് പറയുന്നത് അല്ലെങ്കിൽ PAQ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലേ? എന്താണ് PAQ എന്ന് പറയുന്നത്? എന്താണ്? ഈസ് എ ലൈൻ, ഒരു ലൈൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിളിന്റെയും കൂടെ സമ്മിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ 3 ആംഗിളാണ് ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ 4 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 5 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്തെഴുതാം? PAQ ഒരു ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 പ്ലസ് മുകളിലോട്ട് എഴുതാം. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 പ്ലസ്
ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. കാരണം പി എ ക്യു ഒരു ലൈൻ ആയതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ അതിന് കൊടുക്കേണ്ട, അവിടെ ഇരിക്കട്ടെ. 180 എന്ന് കിട്ടി. വേണമെങ്കിൽ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോട്ടെ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, പി ക്യൂവും ബി സിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി ക്യൂ പാരലൽ ടു ബി സി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് എ ബി എങ്കിൽ ട്രാൻസ്വേഴ്സൽ എ ബി ഞാൻ എടുക്കുന്നു. പി ക്യൂ എന്ന് പറയുന്ന ലൈനും ബി സി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്ന് എടുത്തു. അങ്ങനാണെങ്കിൽ അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് എ ബി എങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം പരസ്പരം ഈക്വൽ ആയിരിക്കും. ട്രാൻസ്വേഴ്സലിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ പി ക്യൂ പാരലൽ ടു ബി സി ആ ട്രാൻസ്വേഴ്സൽ എ സി എടുക്കുന്നു. പി ക്യൂ പാരലൽ ടു ബി സി ആൻഡ് ട്രാൻസ്വേഴ്സൽ ഏതെടുക്കുന്നു? എ സി എടുക്കുന്നു. എ സി ആണ് ട്രാൻസ്വേഴ്സൽ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ 5ഉം ആംഗിൾ 3ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് പറയാം. പി ക്യൂ പാരലൽ ടു ബി സി ആൻഡ് ആംഗിൾ 5ഉം ആംഗിൾ 3ഉം എന്താണ് ഇവിടുത്തെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 എന്ന് എഴുതാം. റീസൺ എന്ത് എഴുതും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ 3 കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 180 കിട്ടി. അടുത്തത് നമ്മൾ പാരലൽസ് ആണ്. ട്രാൻസ്വേഴ്സലിന്റെയും കൂടെ കണ്ടീഷൻ എടുത്തപ്പോൾ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 എന്ന് കിട്ടി. ആംഗിൾ 5 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 എന്ന് കിട്ടി. നോക്കുക, ഫ്രം 1 നമുക്ക് തിരിച്ചു പോകാം. എന്തെടുക്കാൻ പറ്റും? ഫ്രം 1 അനുസരിച്ച് നമുക്ക് ഇവിടെ തുടയ്ക്കാം. ഫ്രം 1 അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്രം 1 ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180 എന്നാണ്. എന്നാൽ നമുക്ക് നോക്കുക, യൂസിങ് 2 and 3 രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആംഗിൾ 4ന് പകരം എന്ത് കൊടുക്കാം? ആംഗിൾ 2 എന്ന് കൊടുക്കാം. ആംഗിൾ 2. ആംഗിൾ 5ന് പകരം എന്ത് കൊടുക്കാം? ആംഗിൾ 3 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 യൂസിങ് 2 and 3. രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും ഞാൻ ഇവിടെ യൂസ് ചെയ്തു. സോ എന്ത് കിട്ടി? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180. ഈ 3 ആംഗിളിന്റെ സം എന്തെന്ന് കിട്ടി? 180 എന്ന് കിട്ടി. അതായത് ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ എ ആണ്, ആംഗിൾ 2 എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്, ആംഗിൾ 3 എന്ന് പറയുന്നത് ആംഗിൾ സി ആണ്. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ മീൻസ് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിന്റെ സം നമുക്ക് എന്തെന്ന് എഴുതണം? 180 ഡിഗ്രി എന്ന് എഴുതണം. അതിന് നമ്മൾ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തി. തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു പി ക്യൂ. എന്നിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. പി എ എന്നും പി എ ക്യൂ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഈ 3 ആംഗിളിന്റെ സമ്മിനെ നമുക്ക് 180 എന്ന് എഴുതാം. ആംഗിൾ 4 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്തത് പി ക്യൂ എന്ന് പറയുന്ന ലൈനും ബി സി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് എ ബി. നമുക്കറിയാം ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2. അടുത്തത് വീണ്ടും പി ക്യൂ പാരലൽ ടു ബി സി എടുത്തു. അതിന്റെ ട്രാൻസ്വേഴ്സൽ നമ്മൾ എ സി ആണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 5ഉം ആംഗിൾ 3ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഫ്രം 1 നമ്മൾ പോകുന്നു. ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പോകുന്നു. യൂസിങ് 2 and 3 ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. ആംഗിൾ 4ന് പകരം ആംഗിൾ 2 കൊടുക്കുന്നു. ആംഗിൾ 5ന് പകരം ആംഗിൾ 3 കൊടുക്കുന്നു. സോ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടുന്നു. സോ എന്ത് കിട്ടാ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം?
ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. അതായത് നമുക്ക് എന്ത് പറയാം? സം ഓഫ് all the angles of a triangle is 180 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? എക്സസൈസ് 6.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. In figure, sides QP and RQ of triangle PQR are produced to a points S and T respectively. If angle SPR is equal to 135 degree and angle PQT is equal to 110 degree, find angle PRQ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൈഡ്സ് ക്യൂപിയും ആർ ക്യൂവും പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ബി ക്യൂ എന്ന് പറയുന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു, എസ് എന്ന പോയിന്റിലേക്ക് പോകുന്നു. ക്യു ആർ എന്ന് പറയുന്ന സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് ടിയിലേക്ക് പോകുന്നു. ആംഗിൾ എസ് പി ആർ തന്നിട്ടുണ്ട് 135, ആംഗിൾ പി ക്യു ടി തന്നിട്ടുണ്ട് 110 ഡിഗ്രി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൈൻഡ് ആംഗിൾ പി ആർ ക്യു. ഈ ആംഗിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം നമുക്ക് പേര് കൊടുക്കാൻ എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ആംഗിൾ ഏതും ഇവിടെ ആംഗിൾ പി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നോക്കുക, ആദ്യം ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ടി ആർ എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ് അല്ലേ? ടി ആർ ഈസ് എ ലൈൻ. ടി ആർ ഈസ് എ ലൈൻ. നമുക്കറിയാം ടി ആർ ഒരു ലൈൻ ആണെങ്കിൽ ആ ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും ഇല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ രണ്ട് ആംഗിളിന്റെ സം നമുക്ക് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. സോ 110 പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ഡിഗ്രി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ കിട്ടി. അതേപോലെ നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കാൻ പറ്റും. എസ് ക്യു എന്ന് പറയുന്നത് ഒരു ലൈനാണ്. എസ് ക്യു ഈസ് എ ലൈൻ. എസ് ക്യു എന്ന് പറയുന്നത് ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിലെ രണ്ട് ആംഗിൾ ആണ് ആംഗിൾ 135ഉം ബിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 135 ഡിഗ്രി പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 135 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? 65 ഡിഗ്രി എന്ന് എഴുതാം. സോറി 45 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം രണ്ട് ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. എസ് ക്യു എന്ന് പറയുന്ന ലൈനും ടി ആർ എന്ന് പറയുന്ന ലൈനുമാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. നമുക്ക് എളുപ്പ ആൻസർ കിട്ടാൻ വേണ്ടി, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഓരോ ആംഗിളിലും നമ്മൾ എ എന്നും ബി എന്നും കൊടുത്തു. സോ ഇവിടെ ലീനിയർ പെയർ അപ്ലൈ ചെയ്തു. അതേപോലെ ഈ ലൈനിലും ലീനിയർ പെയർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തേർഡ് ആംഗിൾ ആണ്. തേർഡ് ആംഗിളിന് വേണമെങ്കിൽ നമുക്ക് സി എന്ന പേര് കൊടുക്കാം. ഈ ട്രയാംഗിളിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ആംഗിൾ സം പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മൾ പഠിച്ച തിയറം അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇൻ ട്രയാംഗിൾ PQR, ഇൻ ട്രയാംഗിൾ PQR എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. എന്ത് പ്രോപ്പർട്ടി അനുസരിച്ച് എഴുതാം? ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിളിന്റെയും കൂടെ സമ്മിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 70 ഡിഗ്രി, ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 45 ഡിഗ്രി, ആൻഡ് സി നമുക്കറിയില്ല ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 70 പ്ലസ് 45 നമുക്കറിയാം 115 ഡിഗ്രി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180, or c ഈസ് ഈക്വൽ ടു 180 മൈനസ് 115 ഡിഗ്രി. മനസ്സിലായല്ലോ? സോ 65 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സി എന്ന് പറയുന്ന ആംഗിൾ എന്ത് കിട്ടി? 65 ഡിഗ്രി എന്ന് കിട്ടി. സി എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണ്? ആംഗിൾ PRQ. Therefore ആംഗിൾ PRQ is equal to നമുക്ക് എന്തെന്ന് എഴുതാം? 65 ഡിഗ്രി എന്ന് എഴുതാം. മനസ്സിലായല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. In figure, angle x is equal to 62 degree, angle x, y, z is equal to 54 degree. If YO and ZO are the bisectors of angle x, y, z,
YOയും ZOയും ആംഗിൾ XYZന്റെയും ആംഗിൾ XZYയുടെയും ബൈസെക്ടേഴ്സ് ആണ്. ഫൈൻഡ് ആംഗിൾ OZY. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. ആൻഡ് YOZ, ഈ രണ്ട് ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ചെറിയ ഒരു ട്രയാങ്കിളും വെളിയിലുണ്ട്, വലിയൊരു ട്രയാങ്കിൾ വെളിയിലുണ്ട്, അകത്തൊരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം. നോക്കുക, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എക്സ് എത്രയാണ്, ആംഗിൾ വൈ എത്രയാണ്, ആംഗിൾ ഇസഡ് അറിയത്തില്ല, എക്സും വൈയും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ഇസഡ് എന്ന് പറയുന്ന ആംഗിളിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. എന്താണ് റീസൺ? ഈ വലിയ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളിന്റെയും കൂടെ സം നമുക്ക് എന്തെന്ന് എഴുതാം? 180 എന്ന് എഴുതാം. റീസൺ എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. റീസൺ ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ എക്സ് നമുക്കറിയാം 62 ഡിഗ്രി എന്നറിയാം. ആംഗിൾ വൈ അറിയാം 54 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 116 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 116 ഡിഗ്രി എന്ന് കിട്ടും. 180യിൽ നിന്ന് 116 ഡിഗ്രി മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ വലിയ ആംഗിളായി എത്ര കിട്ടി? 64 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എക്സ് എക്സ് തന്നിട്ടുണ്ടായിരുന്നു, ആംഗിൾ വൈ തന്നിട്ടുണ്ടായിരുന്നു, ആംഗിൾ ഇസഡിനെ കണ്ടുപിടിച്ചു. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു ട്രയാംഗിളിലെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാംഗിൾ. സോ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 180. അതിൽ നിന്ന് ബാക്കി രണ്ടെണ്ണത്തിന്റെ വില കൊടുത്തു, ആംഗിൾ ഇസഡ് കണ്ടുപിടിച്ചു 64 ഡിഗ്രി. ഇനിയും നമ്മളോട് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് നോക്കാം. YO and ZO are the bisectors of angle XYZ and angle XZY. YO എന്ന് പറയുന്നത് ആംഗിൾ XYZ ന്റെ ബൈസെക്ടർ ആണ്. എന്താണ് ബൈസെക്ടർ? അതായത് XYZ എന്ന് പറയുന്ന ആംഗിളിനെ YO എന്ന് പറയുന്ന ലൈൻ ഉപയോഗിച്ച് ബൈസെക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ 54 ഡിഗ്രി ഉള്ള ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ XZYയുടെ ബൈസെക്ടർ ആണ് OZ എങ്കിൽ നമുക്കറിയാം ഈ 64 ഡിഗ്രി മെഷർ ഉള്ള ഈ ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ XYO is equal to ആംഗിൾ XYO, ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ZYO, ഈ ആംഗിൾ എന്ന് പറയുന്നതും ZYO is equal to half of ആംഗിൾ XYZ ആയിരിക്കും. XYZ അതായത് ഈ വലിയ ആംഗിളിന്റെ പകുതി വീതമായിരിക്കും ആംഗിൾ XYO എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ZYO എന്ന് പറയുന്ന ആംഗിളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാ ഹാഫ് ആംഗിൾ XYZ എന്ന് എഴുതാം. നോക്കുക, അങ്ങനെയാണെങ്കിൽ ഹാഫ് ആംഗിൾ ഹാഫ് ഇൻറ്റു XYZ എന്ന് പറയുന്നത് എത്രയാണ് മെഷർ? 54 ഡിഗ്രി ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 27 ഡിഗ്രി എന്ന് കിട്ടും. ഈച്ച് ആംഗിൾ മെഷർ ഈസ് 27 ഡിഗ്രി എന്ന് കിട്ടും. ഓരോ ആംഗിളും 27 ആയിരിക്കും. അതേപോലെ തന്നെ ZO എന്ന് പറയുന്നത് ബൈസെക്ടർ ഓഫ് ആംഗിൾ XZY ആണ്. അങ്ങനെയാണെങ്കിൽ ഈച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ആംഗിൾ XZO is equal to ആംഗിൾ YZO is equal to ഹാഫ് ആംഗിൾ XZY എന്ന് എഴുതാം. ഈ വലിയ ആംഗിളിന്റെ ഹാഫ് ആണ് ഈച്ച് ആംഗിൾ എന്ന് എഴുതാം. നമുക്കറിയാം ഹാഫ് ആംഗിൾ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് 64 ഡിഗ്രി ആണെന്ന്. That is equal to 32 degree. So each angle measure നമുക്ക് എന്ത് കിട്ടി? 32 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്ത് കിട്ടി? 27 ഡിഗ്രി എന്നായി. ഇനി നമുക്ക് ആദ്യത്തെ ഒരു പാർട്ട് OZY ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. OZY കിട്ടി അല്ലേ? OZY കിട്ടി. സോ ആംഗിൾ OZY is equal to എന്തെന്ന് എഴുതാം? 32 ഡിഗ്രി എന്ന് കിട്ടി. ഇതായിരുന്നു ഫസ്റ്റ്.
ഇനി സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ YOZ ആണ്. YOZ നോക്കുക, ദേ ഈ ആംഗിൾ നമുക്കറിയാം. ഈ കാണുന്നത് ഒരു ചെറിയൊരു ട്രയാങ്കിൾ ആണ്. YOZ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ബാക്കി രണ്ട് ആംഗിളിന്റെയും മെഷർ നമുക്കറിയാം അല്ലേ? ട്രയാങ്കിളിലെ രണ്ട് ആംഗിളിന്റെ മെഷർ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ OYZ ആംഗിൾ O പ്ലസ് ഈ ആംഗിളിന് പേര് കൊടുക്കാം OYZ എന്ന്. ആംഗിൾ OYZ പ്ലസ് OZY ആംഗിൾ OZY is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് റീസൺ എഴുതുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് എഴുതുക. ആംഗിൾ O ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ O നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ആംഗിൾ O അതുപോലെ എഴുതുന്നു. ആംഗിൾ OYZ നെ നമ്മൾ കണ്ടുപിടിച്ചു, 32 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ OZY എന്ന് പറയുന്നത് 27 ഡിഗ്രി, OZY എന്ന് പറയുന്നത് 32 ഡിഗ്രി. ഈസിക്കൽ നമുക്ക് എന്ത് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. അതിനാൽ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആംഗിൾ O is equal to 180 minus 32 plus 27 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 59 ഡിഗ്രി. 59 ഡിഗ്രി 180 നിന്ന് 59 ഡിഗ്രി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 121 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ആംഗിൾ ഓയുടെ വരെ നമുക്ക് എന്ത് കിട്ടി? 121 ഡിഗ്രി. അതായത് ആംഗിൾ O എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണ്? ആംഗിൾ YOZ. ആംഗിൾ YOZ is equal to 121 ഡിഗ്രി. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ രണ്ടിനകത്ത് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്തേക്കുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടി ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ ഇഫ് AB parallel to DE, angle BRC is equal to 35 degree and CDE is equal to 53 degree. Find angle DCE. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ DC എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ABയും DEയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ BAC തന്നിട്ടുണ്ട് 35 ഡിഗ്രി. ആംഗിൾ CDE തന്നിട്ടുണ്ട് 53 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. നോക്കുക, നമുക്കറിയാം. എന്താണ് പ്രൂഫിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആണ്. എന്താണ് പ്രൂഫ് പറയുന്നത് നോക്കാം. ABയും CDയും Dയും AB പാരലൽ ടു DE ആണ് അല്ലേ? AB എന്ന് പറയുന്നത് DEക്ക് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AE അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. AE is a transversal. AE is a transversal. AB parallel to DE and transversal AE. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്തെഴുതാം നമുക്ക്? ആംഗിൾ BAE is equal to ആംഗിൾ DEC അല്ലെങ്കിൽ DE എന്ന് എഴുതാം. ആംഗിൾ DEC എങ്ങനെ വേണമെങ്കിലും എഴുതാം. DEC എന്നോ DEA എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? BAC എന്നോ BAE എന്ന് എഴുതിയാലോ കറക്റ്റ് തന്നെയാണ്. നമ്മളുടെ ആംഗിൾ ഇതാണ്, ഇവിടുത്തെ ആംഗിൾ ഇതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്തെഴുതാം? ആംഗിൾ BAC is equal to ആംഗിൾ DEC അല്ലെങ്കിൽ DE എന്ന് എഴുതാം. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. BAE 35 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ DECയും എന്താണെന്ന് കിട്ടും? 35 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. നോക്കുക, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? ഈ ട്രയാങ്കിളിലെ CDE എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി രണ്ട് ആംഗിളും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാറുള്ളത്? ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. സോ നമ്മൾ എന്തെഴുതും? ഈ ട്രയാങ്കിൾ CDE കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ D പ്ലസ് ആംഗിൾ E പ്ലസ് ആംഗിൾ സിക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, DC എന്ന് കൊടുക്കാം. ആംഗിൾ DCE is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. റീസൺ എന്ത് എഴുതും? ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് എഴുതുക. ആംഗിൾ സം പ്രോപ്പർട്ടി.
മനസ്സിലായല്ലോ? രണ്ട് ആംഗിൾ നമുക്ക് അറിയാം. ഒരു ആംഗിൾ മാത്രമേ അൺനോൺ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ട്രയാംഗിളിൽ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. ആംഗിൾ ഡി നമുക്കറിയാം 53 ഡിഗ്രി എന്നറിയാം. ആംഗിൾ ഇ അറിയാം 35 ഡിഗ്രി. സോ ആംഗിൾ ഡി സി അതുപോലെ എഴുതുക ഈസ് ഈക്വൽ ടു 180. നമുക്കറിയാം 53ഉം 35ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 88 ഡിഗ്രി എന്ന് കിട്ടും. പ്ലസ് ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. സോ ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് 88 ഡിഗ്രി. 180 മൈനസ് 88 ഡിഗ്രി എന്ത് കിട്ടും? 180 നിന്ന് 88 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 92 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമ്മൾ പാരലോഗ്രാം ആയതുകൊണ്ട് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ട്രാൻസ്വേഴ്സൽ കണ്ടുപിടിച്ചു. അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്തത് ഈ ചെറിയ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്തു. സി ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ, അതിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? രണ്ട് ആംഗിൾ നമുക്കറിയാം. അതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. സോ ആംഗിൾ ഡി സി ഇ ഈസ് ഈക്വൽ ടു 92 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? Question 4th ആണ്. In figure, if lines PQ and RS intersect at a point T. PQ എന്ന് പറയുന്ന ലൈനും SR എന്ന് പറയുന്ന ലൈനും T എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. Such that angle PRT 140 degree, RPT 95 degree and angle TSQ ആണ് കണ്ടുപിടിക്കേണ്ടത്. Sorry, TSQ 75 degree. Find angle SQT. SQT ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ ട്രയാംഗിളിലെ രണ്ട് ആംഗിൾ അറിയാം, ഈ ട്രയാംഗിളിലെ ഒരു ആംഗിൾ അറിയാം. നോക്കുക, നമുക്കറിയാം നമുക്ക് രണ്ട് ട്രയാംഗിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, ഇല്ലേ? ഈ രണ്ട് ആംഗിൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. നോക്കുക, ആംഗിൾ പി പ്ലസ് നമുക്ക് ആദ്യം ട്രയാംഗിൾ എഴുതാം. ഈ ട്രയാംഗിൾ PRT എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ടിക്ക് പകരം നമുക്ക് പേര് കൊടുക്കാം. ആംഗിൾ PTR എന്ന് കൊടുത്തേക്കാം. കാരണം ഇവിടെ വേറൊരു ആംഗിളും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾ PTR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് കൊടുക്കാം. ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ പി നമുക്കറിയാം 95 ഡിഗ്രി, ആംഗിൾ ആർ അറിയാം 40 ഡിഗ്രി, പ്ലസ് ആംഗിൾ PTR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PTR ആണ് കിട്ടുന്നത്. 180 മൈനസ് 95 പ്ലസ് 40 135 ഡിഗ്രി. 135 ഡിഗ്രി 180 നിന്ന് 135 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ PTR ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. 45 ഡിഗ്രി. നോക്കുക, ഈ ട്രയാംഗിളിലെ മൂന്ന് ആംഗിൾ കിട്ടി. നമുക്ക് വേണ്ടത് ഈ ട്രയാംഗിളിലെ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കുക, ഈ ട്രയാംഗിളിൽ രണ്ട് ആംഗിൾ നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പിന്നെ PR ഉം SQ ഒന്നും പാരലൽ അല്ല, അതുകൊണ്ട് നമുക്ക് അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കുക, PQ ഉം RS ഉം ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്, അല്ലേ? PQ ഉം RS ഉം ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്. നമ്മൾ ഒരു തിയറം പഠിച്ചായിരുന്നു, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന്, അല്ലേ? രണ്ട് ലൈനുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചു. അങ്ങനാണെങ്കിൽ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എന്ത് എഴുതാം? 45 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് റീസൺ? ആംഗിൾ STQ ഈസ് ഈക്വൽ ടു ആംഗിൾ PTR ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. എന്താണ് റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് എഴുതാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അതുകൊണ്ട് ഈ ആംഗിൾ STQ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി.
ഇനി നമുക്ക് അറിയാം ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾ നമുക്കറിയാം, തേർഡ് ആംഗിൾ ആണ് അറിയാത്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ട്രയാങ്കിൾ STQ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ STQ ആംഗിൾ S പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ STQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും? ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ആംഗിൾ സം പ്രോപ്പർട്ടി angle S plus angle Q plus angle STQ is equal to 180 degree. നമുക്ക് angle S അറിയാം 75 ഡിഗ്രി. angle Q നമുക്കറിയത്തില്ല, അതേപോലെ എഴുതാം. angle STQ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 45 ഡിഗ്രി is equal to 180 degree. So angle Q is equal to 180 minus 45 plus 75 എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. That is equal to 60 degree. അപ്പോൾ ആംഗിൾ Q എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി. ആംഗിൾ Qന്റെ പേര് കൊടുക്കാം, ആംഗിൾ SQT. ഇതല്ലായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ആംഗിൾ SQT is equal to 60 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇവിടെയും നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തത്, പിന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എടുത്തു. മനസ്സിലായല്ലോ?